ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നല്ല പച്ച മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്നത് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും വറുക്കണ രീതി ഇത് തന്നെയാണോയെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞങ്ങൾ വറുക്കണ രീതിയിൽ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിന് നന്നായിട്ട് വെട്ടി ക്ലീൻ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെട്ടി കഴുകി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇനി വരഞ്ഞെടുക്കാം. അപ്പോൾ വറുക്കാനുള്ളതല്ലേ, അപ്പോൾ വരഞ്ഞെടുക്കാവേ. അപ്പോൾ ഇതാ വരഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ വെള്ളം മാറ്റിയിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു 2 കഷ്ണം വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇടുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു പൊടിക്ക് എന്ന് വെച്ചാൽ കുറച്ച് ഉള്ളല്ലോ. അപ്പോൾ എല്ലാവരും അവരുടെ ആവശ്യത്തിന് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ എരിവ് എത്ര വേണമെന്ന് വെച്ചാൽ അത്ര മുളക് പൊടി എടുക്കുക. ഞാൻ പിന്നെ മസാലപ്പൊടി ഇടുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഇതാക്കി കിട്ടാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ, ഒരു തുള്ളിയിട്ട് 1 സ്പൂണൊക്കെ മതി. പിന്നെ വിനാഗിരി, അത് സാധാരണ എല്ലാവരും ഒഴിക്കാറുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാനിവിടെ ഒഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതെ കുറച്ചൊരു 1/2 സ്പൂൺ മതി. അത്രയും വെളിച്ചെണ്ണ വിനാഗിരി ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും പിടിക്കണ രീതിയിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം ഇങ്ങനെ മസാല കൂട്ടി വെക്കണം നല്ലതായിരിക്കും കേട്ടോ. അത് ഫ്രിഡ്ജിൽ വെച്ചാൽ അതിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ പുറത്താണ് വെക്കണത്. അപ്പോൾ മത്തിയിൽ കുറച്ച് മുട്ട ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമാണ് ഇതിങ്ങനെ നമ്മൾ വറുത്ത് കഴിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഞാൻ പുരട്ടി വെക്കുന്നുണ്ട്. വെളിച്ചെണ്ണ വിനാഗിരി ഇതിനകത്ത് ഒഴിക്കുന്നില്ല. അപ്പോൾ ഇതും അതേപോലെ തന്നെ ഒരു അരമണിക്കൂർ ഞാൻ ഇങ്ങനെ വെച്ചേക്കും കേട്ടോ. അപ്പോൾ ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെക്കുക. അപ്പോൾ അത് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും ഞാനൊരു വീഡിയോയുടെ ഫോളോ അപ്പായിട്ട് ഇതെടുത്ത് പോകണേ കേട്ടോ. അപ്പോൾ അതേ ചാള അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോൾ നന്നായിട്ട് ചൂടായപ്പോൾ ചാള ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കാം, ഇനി അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് വറുത്ത് നോക്കാം കേട്ടോ. വിനാഗിരിയുടെ ടേസ്റ്റൊക്കെ വരുമ്പോൾ ആ മത്തിക്ക് വേറൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും വറുക്കണം എങ്ങനെയാണോന്ന് അറിയത്തില്ല, ചിലപ്പോൾ അറിയാത്തവരുണ്ടാകും. അപ്പോൾ ജസ്റ്റ് വറുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതേ ഒരു സൈഡ് മുരിഞ്ഞപ്പോഴത്തേനും അടുത്ത സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കണുണ്ട്. ഞാൻ ഇവിടെ കൂടുതലും ഒരീച്ചെടുക്കാറില്ല. ഒരു കുറച്ച് നമുക്ക് കറുമുറായിരിക്കത്തില്ല, അങ്ങനെ കിള്ളിയെടുക്കാൻ പാകത്തിന് അങ്ങനെ എടുത്താൽ ഇവിടെ വറുക്കാറ്. പിന്നെ അതെ ബാക്കിയുള്ള എണ്ണയിലേക്ക് നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കണതാണ്. ഡയറക്റ്റ് ഇടുമ്പോഴത്തേനും സൂക്ഷിക്കണം. അപ്പം ഞാനിവിടെ ഇങ്ങനെ ഡയറക്റ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ ആരുടെയും കയ്യും കാലും ഒന്നും പൊളിക്കാൻ നിൽക്കണ്ട, സൂക്ഷിച്ച് ചെയ്യാം കേട്ടോ എല്ലാവരും. അപ്പം ഇങ്ങനെ ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ജസ്റ്റ് മുരിഞ്ഞ് വരും. അപ്പം തന്നെ എടുക്കാം കേട്ടോ, ഒരുപാടിട്ട് ഇതാക്കണ്ട. അപ്പം അതേ മത്തി നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതേ ഈ ഒരു ഇതാകുമ്പോൾ നമുക്ക് എടുക്കാം. ഒരുപാട് കരിയിച്ച പോലെ എടുക്കണ്ട, ഈ ഒരു രീതിയിൽ തിന്നണതായിരിക്കും ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും കഴിച്ച് കാണും. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ കേട്ടോ, ഞാൻ ഇപ്പം തന്നെ എടുത്ത് കഴിക്കുന്നുണ്ട്. വേറെ ആർക്കും കൊടുക്കാനില്ലല്ലോ, ഇത്തിരിയല്ലേ കിട്ടിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു.